പാക്കിങ്ങൊക്കെ ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ലാസ്റ്റ് ഡേയ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവരായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും നല്ല ക്ലൈമറ്റും നല്ല സ്കൈ നല്ല നല്ല തെളിഞ്ഞ നീലാകാശം. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കുമായിരുന്നു. ചെറുതായിട്ടൊരു ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാം. നല്ല തെളിഞ്ഞ ആകാശമല്ലേ. പിന്നെ മരങ്ങളിലൊക്കെ നിറച്ച് പൂക്കളൊക്കെ വന്നു തുടങ്ങി കുലച്ച് നല്ല നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത് പോയി നോക്കുമായിരുന്നു. നല്ല വെള്ള പൂക്കൾ, നല്ല ഭംഗിയുള്ള പൂക്കൾ. അപ്പോൾ അതൊക്കെ കണ്ട് ഇപ്പം ഇതൊക്കെ വരുന്ന സമയമാണല്ലോ. പിന്നെ നമ്മൾ പോയത് സംഗീത റെസ്റ്റോറൻറ്റിലാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വരാനിപ്പം ലേറ്റസ്റ്റായിട്ട് വന്നതായിരുന്നു. നമ്മൾ വരുന്ന സമയത്ത് അത് വന്നു തുടങ്ങിയപ്പോൾ ഇവിടെ നല്ല മസാല ദോശയും ബുഫയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെയൊക്കെ കഴിച്ചു. ഫ്രണ്ടിന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഷോപ്പിൽ കയറിയതാണ്. പക്ഷേ കിഡ്സ് സെക്ഷനിലോട്ട് ഞാൻ അങ്ങനെ പോകാറ് കാരണം എനിക്ക് പോകേണ്ട ആവശ്യമില്ലാത്തതിന് നമ്മൾ കുഞ്ഞു ബേബീസിൻ്റെ ഒന്നും വാങ്ങിക്കേണ്ടാത്തതുകൊണ്ട് നമ്മൾ ആ ഏരിയയിലങ്ങനെ പോകാറില്ല. പക്ഷേ ഇപ്പം ഞാൻ ആ ഏരിയ ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു. ഇതിൻ്റെ രസമാണല്ലേ, കുഞ്ഞു മക്കളുടെ ആ ഷൂസൊക്കെ കാണാൻ ഇങ്ങനെ പിടിച്ച് നോക്കുമായിരുന്നു. നല്ല ഭംഗിയുള്ള ഉടുപ്പുകളും ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്യാറാവുന്നില്ലേ, അപ്പം അതിന് പറ്റിയ ഡ്രസ്സുകളും കുഞ്ഞു പിള്ളേരെ പ്രത്യേകിച്ചും ഗേൾസിൻ്റെ സൈഡിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സെക്ഷൻ മൊത്തം ഇങ്ങനെ ചുമ്മാ എനിക്കൊന്നും വാങ്ങിക്കാനില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം നമ്മുടെ പാക്കിങ് കഴിഞ്ഞ് ഇനി ഒരു കുഞ്ഞു സാധനം പോലും വെക്കാനുള്ള നമുക്ക് സ്ഥലമില്ല. അതുപോലെ വെയിറ്റൊക്കെ ഒത്തിരി അടുക്കി, കാരണം ഇനി എന്തെങ്കിലും കളയേണ്ടി വരുമോ എന്നുള്ളൊരു ഇതിൽ തന്നെ എനിക്കായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നും വാങ്ങിക്കുമ്പോൾ മോളോട് തന്നെ എന്നും ഇനി ഒന്നും എല്ലാം ഇന്ത്യയിൽ ചെന്നിട്ട് വാങ്ങിക്കാം, ഒന്നും ഇവിടുന്ന് വാങ്ങിക്കാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതൊക്കെ നമുക്ക് പിന്നെ മോൾക്ക് പറ്റുന്ന ഉടുപ്പല്ലേ, എന്തായാലും കുഞ്ഞു മക്കളുടെ ഉടുപ്പല്ലേ, അതൊക്കെ കാണുമ്പോൾ തന്നെ ഒന്ന് പിടിച്ച് നോക്കാനും ആ കളർഫുള്ളായിട്ടുള്ള ഇട്ട് നടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കില്ലേ. അതൊക്കെ കണ്ട് ആ സെക്ഷൻ മൊത്തം ഞങ്ങൾ സാധാരണ നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മളിങ്ങനൊന്നും നമ്മൾ ആവശ്യമുള്ള സാധനം വാങ്ങിക്കുക അങ്ങനെ പോരുകയല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ എനിക്ക് സമയം ഉണ്ടായിരുന്നു. അവർക്ക് ഫ്രണ്ടിന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പോരുമല്ലേ UK കുറച്ച് മെമ്മറീസൊക്കെ ഇരിക്കട്ടെ, ഇനി എപ്പോഴാണ് അങ്ങനെ കാണുന്നതെന്നൊക്കെ വെച്ചിട്ട് നമ്മൾ അന്നേരം ഇപ്പം നല്ല സ്കൂളിൻ്റെ യൂണിഫോമൊക്കെ ആണെങ്കിലും സമ്മറിലിടേണ്ട യൂണിഫോം ഓരോ സ്കൂളിനും ഓരോ ഇത് വരുമല്ലോ, അങ്ങനെ സമ്മറിലിടാൻ പ്രത്യേകം യൂണിഫോം ഉണ്ടല്ലോ, അങ്ങനത്തെ ഫ്രോക്ക് അതൊക്കെ ഫ്രണ്ടിന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ സെക്ഷനൊക്കെ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ നാട്ടിലോട്ട് വരാനുള്ള ഡേറ്റ് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ജോലിയും ചെയ്ത് തീർക്കണമല്ലോ, അതിൻ്റെ ഒരു വെപ്രാളവും ഒക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ച് നടക്കുമ്പോൾ നമുക്ക് കാണാം ഇതുപോലെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാർക്കിൽ. എന്താണെന്ന് അറിയില്ല, ഒരു മെറ്റൽ പോലെ സാധനം, പക്ഷേ ദൂരെ നോക്കുമ്പോൾ രണ്ടുപേരും നടക്കുന്ന പോലെയല്ലേ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ.